ഒരിക്കലും നമുക്ക് ഹയർ ലെവലിലേക്കുള്ള ഒരു യാത്ര, അതായത് പ്രത്യേകിച്ചും ആത്മീയ തലത്തിലേക്കുള്ള യാത്ര നമുക്കൊരിക്കലും ആരംഭിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, മനുഷ്യനൊരു മൃഗമായിട്ട് ഒരു മൃഗീയ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. ഇപ്പം നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് മണിപൂര ചക്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ കരൾ, അതുപോലെ തന്നെ വൃക്ക, ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന മണിപൂര ചക്രമാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു മണിപൂര ചക്രം ബ്ലോക്കായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അത് പ്രദർശനമാക്കി കഴിഞ്ഞാൽ അവരുടെ എനർജി ഫയർ ചെയ്യാൻ തുടങ്ങുകയും ഇപ്പം നമുക്ക് താഴത്തെ 3 ചക്രങ്ങൾ, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം തുടങ്ങിയ 3 ചക്രങ്ങളാണ് മാനുഷികമായ ചക്രങ്ങൾ എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മുടെ മാനുഷികമായ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ചക്രങ്ങൾ എന്ന് പറയും. അങ്ങനെ നിബന്ധനകളില്ലാതെ സാധാരണ നമുക്ക് ആരെയും സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്താണ് പിന്നെ അൺകണ്ടീഷണൽ ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനാഹൃത ചക്രം ഓപ്പൺ ആവുന്നതോടുകൂടി ഒരാളുടെ ഗുണവിശേഷം, അതായത് അയാളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും, പ്രത്യേകിച്ചും അന്ധവിശ്വാസങ്ങളും. അന്ധവിശ്വാസങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇനി അടുത്ത മണിപൂരകത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ്? മണിപൂര ചക്രവും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനമർഹിക്കുന്ന ഒരു ചക്രമാണ് മണിപൂര ചക്രം എന്ന് പറയുന്നത്. മണിപുരം എന്ന് പറഞ്ഞാൽ മണിയുടെ പുരം എന്ന് പറഞ്ഞാൽ ദി സിറ്റി ഓഫ് ജെംസ് എന്നാണ് പറയുന്നത്, അതായത് രത്നങ്ങളുടെ നഗരം എന്നാണ് പറയുന്നത്. അപ്പോൾ മണിപൂര ചക്രം ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ രത്നങ്ങളായിട്ട് നിലനിൽക്കുന്നത്, ഒരു വ്യക്തിയിൽ രത്നങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അയാളുടെ ആശയങ്ങളും വിശ്വാസങ്ങളുമാണ്, അല്ലേ? ഇപ്പം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ വിശ്വാസങ്ങളാണ് രാഹുൽ എപ്പോഴും പിന്തുടരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വിട്ടിട്ടൊരു കളി ഒരിക്കലും ഇല്ല, അല്ലേ? വിശ്വാസങ്ങളാണ്, അതെല്ലാം നമ്മുടെ സ്ക്രിപ്റ്റുകളാണ്. നമുക്കൊരു 6-7-8 വയസ്സിനുള്ളിൽ നമ്മളിലേക്ക് വന്ന സ്ക്രിപ്റ്റുകളാണ്. അപ്പോൾ ആ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ചക്രം എന്ന് പറയുന്നത് മണിപൂര ചക്രമാണ്. അതുപോലെ തന്നെ നമുക്കൊരു പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള എനർജി തരുന്ന, ആ ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള എനർജി തരുന്ന ചക്രവും കൂടിയാണ് മണിപൂര ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ, മണിപൂര ചക്രം ബ്ലോക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കുഞ്ഞുനാളിൽ തൊട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ള ആശയങ്ങളും വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളായിട്ടായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഒരു പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ വിശ്വാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ദേശീയപരമായ വിശ്വാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ആശയങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു തടവറകളാണ്. നമ്മൾ ശരി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വതന്ത്രമായ ജീവിയാണ്, അല്ലേ? നമുക്ക് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയി ജീവിക്കാനായിട്ടും ഏത് വ്യക്തികളുമായിട്ട് ഇടപഴകാനായിട്ടും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹത്തെപ്പറ്റി എടുത്താൽ പോലും അതിനെല്ലാം ഒരു ടെറിട്ടറി ഉണ്ട്, അല്ലേ? ആ കാട് വിട്ടിട്ട് ആദ്യം ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്നാലും മനുഷ്യന് മാത്രം ആ ടെറിട്ടറി ഇല്ല. നമുക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും, പ്രത്യേകിച്ചും അന്ധവിശ്വാസങ്ങളും. അന്ധവിശ്വാസങ്ങളും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. എങ്കിൽ പോലും അങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ചക്രമാണ് മണിപൂര ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചക്രം പ്രത്യക്ഷമാക്കാതിരുന്നു കഴിഞ്ഞാൽ, ഒരിക്കലും നമുക്ക് ഹയർ ലെവലിലേക്കുള്ള ഒരു യാത്ര, അതായത് പ്രത്യേകിച്ചും ആത്മീയ തലത്തിലേക്കുള്ള യാത്ര നമുക്കൊരിക്കലും ആരംഭിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, മനുഷ്യനൊരു മൃഗമായിട്ട് ഒരു മൃഗീയ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും മണിപൂര ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ മറ്റ് ആളുകളുമായിട്ട് ഇടപഴകാനായിട്ട്, അതായത് അവരുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും പെടാത്ത ആളുകളുമായിട്ട് ഇടപഴകാനായിട്ടോ, അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നന്മയുണ്ടോ, അല്ല അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നൊന്നും നോക്കാനായിട്ട് ഇവർ മെനക്കെടില്ല. കാരണം ഇവരുടെ ആ ഏക ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ഈ ലോകത്ത് സത്യം, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. നമുക്കറിയാം, ഈ വളരെ ഭീകരവാദികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആശയങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഒരു ഭീകരവാദിയാക്കി മാറ്റുന്നത്. കാരണം അയാളിൽ കുത്തിനിറക്കപ്പെട്ട ആശയങ്ങളുടെ ബലമാണ് അയാളെ ഒരു കൊലപാതകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അയാളുടെ ആശയങ്ങളുമായിട്ട് യോജിക്കാത്ത ഒരു വ്യക്തിയെ കൊല്ലാനായിട്ട് അയാളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ മാത്രം ഉൾപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും മണിപൂര ചക്രം പ്രത്യക്ഷമല്ലാത്ത ആളുകളുടെ ജീവിത ശൈലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും ഒന്നും ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറാവില്ല. അവർക്കൊരു ലോകവീക്ഷണമോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു നീതിയുടെ ഒരു വീക്ഷണമോ ഒന്നും അവർക്കുണ്ടായിരിക്കില്ല. കാരണം അവരുടെ എല്ലാ ഫോക്കസിങ്ങും എപ്പോഴും അവരെന്താണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ മാത്രം
ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ അതിൽ നിന്ന് തുറന്ന് ആ ഒരു തടവറകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ഒരു സാർവലൗകികമായിട്ടുള്ളൊരു വീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ നമുക്ക് സാധിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മണിപൂര ചക്രത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ജഠരാഗ്നിയും അതുപോലെ തന്നെ മറ്റെല്ലാ അഗ്നിതത്വങ്ങളെ, അതായത് എനർജിയെ ക്രിയേറ്റ് ചെയ്യുന്ന ചക്രം എന്ന് പറയുന്നത് മണിപൂരമാണ്. അപ്പം നമുക്ക് നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് മണിപൂര ചക്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ കരള്, അതുപോലെ തന്നെ വൃക്ക, ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന മണിപൂര ചക്രമാണ്. അപ്പം ഇതിനെല്ലാം നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ അഗ്നിതത്വം ഫയർ ചെയ്യപ്പെടുക തന്നെ വേണം. അപ്പോൾ ആ അഗ്നിതത്വം നിലവിൽ നിൽക്കുന്ന ചക്രമായതുകൊണ്ട് തന്നെ മണിപൂര ചക്രം പ്രദർശനമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനുള്ള എനർജി നമുക്ക് ഉണ്ടാവില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാര്യം പുതുതായിട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ശരിയായ രീതിയിൽ ആ ഒരു തുറന്ന് ഇടപെടാനായിട്ടോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ലിമിറ്റഡായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആ ഒരു മണിപൂര ചക്രം ബ്ലോക്കായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അത് പ്രദർശനമാക്കി കഴിഞ്ഞാൽ അവരുടെ എനർജി ഫയർ ചെയ്യാൻ തുടങ്ങുകയും അപ്പം ആ എനർജി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഉന്നതമായ രീതിയിലേക്ക് ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഒരു കാലഘട്ടത്തിൽ അവരിങ്ങനെ പല കാര്യങ്ങൾ ഒരു പ്രത്യേക ആശയത്തിൻ്റെ വക്താക്കളായിട്ട് നിൽക്കുകയും എന്നാൽ പിന്നീട് അവർ പല കാര്യങ്ങൾ പഠിക്കുകയും ആ ബോധതലം ഉയർന്നു വരികയും ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും മണിപൂര ചക്രം പ്രത്യക്ഷമായി വരുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ ആ ഒരു ലിമിറ്റഡായിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ പുതിയ സാധ്യതകളെ തേടുകയും മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളിലും ഒക്കെയുള്ള നന്മകളെ സ്വീകരിച്ചുകൊണ്ട് ഉന്നതമായ ആളുകളായിട്ട് മാറുകയും ചെയ്യുന്ന ആളുകളാണ് മണിപൂര ചക്രം പ്രത്യക്ഷമാകുന്ന ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചക്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ്? ഇനി മണിപൂര ചക്രം കടന്നാൽ അടുത്ത ചക്രം എന്ന് പറയുന്നതാണ് അനാഹത ചക്രം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് താഴത്തെ 3 ചക്രങ്ങൾ, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം തുടങ്ങിയ 3 ചക്രങ്ങളാണ് മാനുഷികമായ ചക്രങ്ങൾ എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മുടെ മാനുഷികമായ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ചക്രങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു മൃഗീയ സ്വഭാവത്തിൽ നിൽക്കുന്ന ആളുകളെന്നാണ് നമ്മൾ സാധാരണ രീതി പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 3 ചക്രങ്ങൾ പ്രത്യക്ഷമല്ല എന്നുണ്ടെങ്കിൽ അവരിലുള്ള മൃഗീയ വാസനകളായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ മാനുഷികമായ ചക്രങ്ങൾ ആണ് ഈ താഴത്തെ 3 ചക്രങ്ങൾ. ഇനി മുകളിലത്തെ 3 ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയമായ ചക്രങ്ങളാണ്, ആത്മീയ പാതയിലേക്ക് നമ്മളെ നയിക്കുന്ന ചക്രങ്ങളാണ്. അതിൻ്റെ ഇടയിലുള്ള ചക്രമാണ് അനാഹതം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാക്കുന്ന ചക്രമാണ് അനാഹതം എന്ന് പറയുന്നത്. കാരണം അനാഹതം എന്ന് പറഞ്ഞാൽ ആഹതമല്ലാത്തതെന്നാണ് അർത്ഥം, അതായത് സ്വയം സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ സ്വയം സൃഷ്ടിക്കപ്പെടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹവും കാരുണ്യവുമാണ്. ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത്? അവനിൽ ആ ഒരു എല്ലാ സഹജീവികളോടും സ്നേഹവും കാരുണ്യവും ഉള്ള വ്യക്തികളായിരിക്കണം. സ്നേഹത്തിൽ തന്നെ അതിൻ്റെ കാതലായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് കാരുണ്യം ഉണ്ടാവണം. സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള ശേഷി, അതെ, അവനോടൊരു കാരുണ്യം ഉണ്ടാവണം. ഇപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടല്ലോ. അപ്പം സ്നേഹത്തിൽ കാമമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത് വേറൊരു തലമാണ്. അപ്പം സ്നേഹത്തിൽ കാരുണ്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയിൽ ആ ഒരു അനുകമ്പ മനോഭാവം ഉണ്ടാവുകയും ആ ഒരു വ്യക്തിയിൽ മനുഷ്യത്വം ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിബന്ധനകളില്ലാത്ത സ്നേഹം എന്ന് നമ്മൾ പറയുമ്പോഴും അങ്ങനെ നിബന്ധനകളില്ലാതെ സാധാരണ നമുക്ക് ആരെയും സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്താണ് പിന്നെ അൺകണ്ടീഷണൽ ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാഹത ചക്രം ഓപ്പൺ ആവുന്നതോടുകൂടി ഒരാളുടെ ഗുണവിശേഷം, അതായത് അയാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ഈ ആ ഒരു സ്നേഹം ആയിരിക്കുന്ന ക്വാളിറ്റിയായി മാറും. അത് കാരുണ്യവും സ്നേഹവുമുള്ള വ്യക്തികളായിട്ടുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യരായിട്ട് മാറും. ഇപ്പം സത്യത്തിൽ ഗുരുതത്വത്തിലേക്കൊക്കെ വരുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ അവർ അനാഹതം കടക്കണം. കാരണം അനാഹതം കടക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും ഗുരുവായിട്ട് മാറാൻ പറ്റില്ല. കാരണം ഒരു ഗുരുവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് തന്നെ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹവും കാരുണ്യവുമാണ്. അപ്പോൾ അങ്ങനെ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഇല്ലാത്ത ഒരു വ്യക്തി അവർ എത്ര കാര്യങ്ങൾ പഠിച്ചാലും എന്തെല്ലാം മാർഗങ്ങളിലൂടെ പോയാലും ഒരിക്കലും ഒരു ഗുരുവായിട്ട് പരിണമിക്കില്ല. അങ്ങനെ ഗുരുവായിട്ട് നടക്കുന്ന അങ്ങനെ ആ ഒരു ഗുരുതത്വത്തിൽ കണക്ട് ചെയ്യാതെ ആ ഒരു പരിണാമം സംഭവിക്കാതെ നടക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ വ്യാജ ഗുരുക്കന്മാരായിട്ടൊക്കെ നടക്കുന്നത്. അവർ പുറമേ ഇതൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവരെപ്പോഴും സ്വാർത്ഥമതികളായിരിക്കും. ഒരിക്കലും അവരൊരു ഗുരുതത്വത്തിലേക്ക് ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച വ്യക്തികളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗുരുതത്വത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ചക്രം കൂടിയാണ് അനാഹതം എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മളുടെ ആത്മീയ
വഴിയിലേക്ക്, ആത്മീയ പാതയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ആദ്യത്തെ ചക്രമാണ് അനാഹതം എന്ന് പറയുന്നത്. അപ്പം അനാഹതത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ആത്മീയ പാതയിലേക്ക്, ഒരു ആത്മീയ യാത്ര നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ചക്രമാണ് അനാഹത ചക്രം എന്ന് പറയുന്നത്. അനാഹതം ഓപ്പൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് പിന്നെ മുന്നോട്ട് നമുക്കൊരു ആത്മീയ തലങ്ങളിലേക്ക് ഉയർന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ.